റാഷിനെ പുടിച്ച് വലിച്ച് കൊണ്ടുവന്നാട്ട് ട്രിപ്പിന്. അത് മഴ കൊള്ളാൻ മടിയായിട്ട് പെര കുത്തിറക്കും. ഞാനില്ല ഓരോ സ്കീമിടും. എനിക്ക് അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട് ഷാപ്പാൻ്റെ കൂടെ ലൈനിൽ പോകാണ്ട് ഞാൻ ലാസ്റ്റ് പെര പോയാണ് പൊക്കിയാളെ. അതിലിറക്കിയ ലാസ്റ്റ് ഒരു ഹൈറ്റ് ഉണ്ട് ഇതിലെ പോലെ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കക്കാടംപൊയിൽ പോവാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പോയി, പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം. അതെന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗാണ് നമ്മൾ പോയത്. ശരിക്കും നല്ല കോടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏർലി മോർണിംഗ് തന്നെ ഞാൻ എണീറ്റ് പോയത്. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് മഴയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് കോടൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടാവും അന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും ഒന്നും കൂടെ പോകുന്നുണ്ടെന്ന് കോട കിട്ടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ രണ്ടാമത് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം മുമ്പ് റാശി വിളിച്ച് ഓനും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഓനാണെങ്കിൽ ഫുൾ മടി, ഭയങ്കര മടി. മഴയാണ്, എനിക്ക് പുറത്തിറക്കാൻ കൂടില്ല, തണുക്കും അത് ഇത് അങ്ങനത്തെ ഓരോ ടോക്ക്. എന്തായാലും ഇച്ചിരി വാശി, ഓനെന്തായാലും കൊണ്ടുപോകണം. ഓനൊന്ന് കൊണ്ടുപോയിട്ട് നമ്മളാകെ നേരെ വെച്ചിട്ട് കൊണ്ടുവരും. അതായത് ഉള്ള മഴയൊക്കെ കൊള്ളിച്ചും അതേമാതിരി ഫുൾ എന്താ പറയുക, ഓരേ മടി കാണിക്കില്ലേ, ആ മടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫുൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓനെ പേരെ പോയി വിളിച്ചാൽ വരുമെന്നുള്ളതൊന്നും കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഓനെ കൊണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവുന്നുണ്ട്. ഗോപ്രോ എടുക്കണമെന്ന് നല്ല ഡൗട്ട്. കാരണം ഞാൻ ചാർജിന് ഇട്ടിട്ടുണ്ട്, പക്ഷേ എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം മഴക്കുള്ളല്ലേ, അപ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു മൈക്ക് അഡാപ്റ്ററും അതുപോലുള്ള സംഭവമൊക്കെ. പക്ഷേ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗോപ്രോ വീഡിയോ. എനിക്കാണെങ്കിൽ റാശി കണ്ടുവിട്ടാണെങ്കിൽ ഈ ഒരു ഫോണായിട്ട് ആ ഒരു രീതിക്കുള്ള വീഡിയോ എടുക്കുക. പക്ഷേ റാശിയാണെങ്കിൽ വണ്ടി കിട്ടില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ നേരെ പോവാണ്. ഞാൻ മാറ്റി റെഡി ആയിട്ടുണ്ട്. റാശിനെ കൂട്ടണേ ഞാൻ കാണിച്ചു തരാം. ഓൻ ഇച്ചിരി മടിയനാണ്. അപ്പോൾ ഓനെന്തായാലും എങ്ങനെയാലും പിടിച്ച് കൊണ്ടുപോകണം. ഓനൊക്കെ ഞാൻ വിളിച്ചിട്ട് ഫുൾ ഓനില്ല തന്നെ പറഞ്ഞു. ലാസ്റ്റ് എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓന് കുഴപ്പമില്ല, പോവാന്നുള്ള മൈൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓനെ കൊണ്ട് പോകണം. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ആ ഒരു കക്കാടംപൊയിൽ ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം ആ ഒരു കോട മൂടിയ സംഭവമല്ലേ, അപ്പോൾ അത് കാണാൻ എനിക്കും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റി അപ്പോൾ ഇനി ഹെൽമെറ്റ് എടുത്തിട്ട് നേരെ പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റാശിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട്. എൻ്റെ പേരെന്താ? ജയാനോ? എൻ്റെ ചെറുതോടെ എനിക്കൊരു 5 ആണില്ലേ? 5 5 റാശിൻ്റെ താത്തൻ്റെ കുട്ടിയാണ്. ചെക്കൻ കുളിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. ഇപ്പോൾ എപ്പോഴാണ് വരുമെന്നാവും. എന്തായാലും മോൻ വരുന്ന അറിയാൻ കാത്തുക്കും. ഇവിടെ എന്നാലും വരും. ഞാൻ പെര എന്നാണ്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയും. പക്ഷെ ഇവിടെ നിന്ന് വിളിച്ചാൽ ആള് റെഡിയായി വരും. അതുകൊണ്ട് ഞാനിവിടെ വന്ന് കാത്തുക്ക്. വണ്ടീൻ്റെ അഴുക്കാൻ വണ്ടിയിൽ ഫുള്ള് ചെടിയാണ്ടാ, ഫുൾ മഴക്കാലമായതുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ചെടി. ഗായ്സ്, അങ്ങനെ ഞാനും പ്രാവശ്യം ഇതേ പോവാണ്. ചെക്കനെ ഒരുക്കി കെട്ടി കൊണ്ടുപോയിന്ന്. അപ്പം കുളിച്ചെറിയാൻ വന്നപ്പോൾ അവൻ ഇല്ലാന്നാ പറയണേ. അപ്പോൾ ഇല്ലല്ലോ ലാസ്റ്റ് കുടിച്ച് കയറ്റി വണ്ടി നോക്കില്ലേ. അവന് ഭയങ്കര മടിയാണ്. ക്യാമറ ഓണാക്കിയാൽ ഭയങ്കര മടിയാണ്. ക്യാമറ ഓഫ് ആക്കിയാൽ അവൻ ഫുള്ള് ഓണാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അരീക്കോട് എത്താനായപ്പോഴേക്കും മഴൻ്റെ ലക്ഷണങ്ങളൊക്കെ പോയിട്ടോ. ഈ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ. മഴ ഉണ്ടാവുമെന്ന് അറിയില്ല. മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു കോട ആ ഒരു ഫീലൊക്കെ കിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കക്കാടംപൊയിൽ ആ ഒരു സൈഡിലോട്ടൊക്കെ മഴ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും പോയി നോക്കാം. സത്യം പറഞ്ഞല്ലോ, നമ്മള് പള്ളി നിസ്കരിച്ചാൽ കയറി പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഞാൻ ഷൂടാണ്. റാഷിദൊക്കെ ഇവിടെ എന്നെ കാണിച്ചു കൊടുക്കാൻ. നമ്മള് ബാഗ് ഇവിടെ ഉണ്ട്, വണ്ടി അവിടെ ഉണ്ട്. ക്ലൈമറ്റ് പറയുമ്പം മഴ വെയിൽ ഇങ്ങനെ മാറി നിൽക്കുവാണ്. ഇതേ കണ്ടോ, എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിലിറക്കുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഒരു മഴ ടൈം ആയതുകൊണ്ടാണ് നമ്മൾ നേരെ ആ ഒരു കക്കാടംപൊയിലത്തെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി അല്ലേ റാഷേ. ഗായ്സ്, റാഷിനെ പോലത്തെ കൂട്ടുകാരെ കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്ര കാലം ട്രിപ്പ് പോകുമ്പോഴും പലതാകുമ്പോഴും നമ്മളെ കൂടെയുള്ളവരും നമ്മളോട് എങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് എക്സ്പീരിയൻസ്. കാരണം നമ്മളിങ്ങനെ ആ ഒരു വളവ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പം റാഷിനോട് അറിയാം ആ ഓട്ടൊക്കെ വരാണ്ടില്ലേ, ആ ഒരു വളവ് ആ ഒരു കാറിൻ്റെ ഒക്കെ അപ്പുറം എത്തുമ്പോഴേ പള്ളി ഇങ്ങനെ കണ്ടപ്പോൾ റാഷി നമുക്ക് ഇനി നിസ്കരിച്ചിട്ട് പോയാലോ.
അതാണ് ഗൈസ് റാഷി സംഭവം നോക്കി ട്രിപ്പ് പോകല് മയത്ത് പുറത്തിറങ്ങലൊക്കെ മടിയാണെങ്കിലും ആ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക കോൺസെൻട്രേഷൻ ഉണ്ട്. അത് വിട്ടിട്ടുള്ള കളി നോക്കില്ല. അപ്പൊ നമ്മളിത് പോവാണ്. ചെക്ക ഭയങ്കര തിരക്കാണ് ഇനി പോവാന്. നമ്മള് ഇപ്പൊ കൊണ്ട് കയറിയപ്പോ തന്നെ ഇടയിൽ മഴ പെയ്ത് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴ പോയില്ലേ, നമ്മള് കയറിയപ്പോ മഴ ചെയ്തു. അതാണ് ഈ ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് തന്നെ പോവാം. ഇവിടെ പോകുന്നതായിക്ക് ജസ്റ്റ് ഫുഡ് കഴിച്ച് പോകാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വരുമ്പം നല്ല ലാഗാവും, അതായത് നല്ല നേരം വരും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഫുഡ് കിട്ടില്ല. അപ്പോൾ ഏതാ സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ് സ്ഥലം. ഈ ടൗണിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആശയത്തെ ഫുഡ് കഴിക്കുന്നു. മഴ ഉണ്ട് കേട്ടോ. ഈ റൂട്ടിൽ കയറിയപ്പം മഴ ചാറി തുടങ്ങി. അതേമാതിരി ഒരു മൂടൽ ക്ലൈമറ്റാണ്. ഗൈസ് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴ കൂട്ടിട്ടു, മഴ സ്ട്രോങ് ആയി. അപ്പോൾ നമ്മളിത് ചവറക്കോട്ട് ഇട്ടാണ്. റാഷി നിൽക്കണം അവിടെ. റാഷിനെ ഫുഡിച്ച് വലിച്ച് കൊണ്ടുവന്നാട്ട് ട്രിപ്പിന്. അത് മഴ കൊള്ളാൻ മടിയായിട്ട് പെര കുത്തിരിക്കും. ഞാനില്ല ഓരോ സ്കീമിടും. എനിക്ക് അവിടെ പോകാണ്ട്, ഇവിടെ പോകാണ്ട്, സാപ്പാൻ്റെ കൂടെ ലൈനിൽ പോകാണ്ട്, മറ്റേ മറിച്ച് അതാ പറഞ്ഞാണ്ട് ഞാൻ ലാസ്റ്റ് പെര പോയി പൊക്കിയാളെ. അങ്ങനെ നമ്മൾ പോകുന്നത് കക്കാടമലക്ക് പോകും. നല്ല വൈബാട്ടോ. അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു നാച്ചുറൽ കാണുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു മഴ പെയ്താൽ തന്നെ നാച്ചുറൽ കാണാൻ ഭയങ്കര രസമാണ് അല്ലേ റാഷ്യ? മഴ പെയ്താൽ തന്നെ പ്രകൃതി കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ? ആ ഒരു പുള്ളി പച്ചപ്പോണ്ട് കൂടും. മഴൻ്റെ ആ ഒരു വെള്ളമൊക്കെ കാട്ടുമ്പോൾ ഗ്ലോ ആവും. ഫോട്ടോ എടുക്കാനും നല്ല രസമാണ്. അതേമാതിരി കാണാനും അതുപോലെ ആ ഒരു ക്ലൈമറ്റും നല്ല തണുപ്പ്, തണുത്ത കാറ്റ്. ഗോപ്രൊക്കെ എടുത്തിന് വെറുതെ ആവും തോന്നുന്നുണ്ട്. ബാഗ് ഉണ്ട് കാണും. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കാട്ടോ. ഗോപ്രോ സെറ്റ് ചെയ്യാമെന്ന് എന്തായാലും നന്നായി. കാരണം മഴ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ. സുഹൃത്തുക്കളെ ഒന്നുകൂടി പറയ് എന്താണ് റാഷി ഇത് പറഞ്ഞ് മൂടാക്കിയാണ് പോക്കണ്. ഫുള്ളാക്ക് പറയണേ. നിങ്ങളിത് കാണുന്നുണ്ടോന്ന് റാഷി? കാണുന്നില്ലേ? പറഞ്ഞെടുത്താണ് കാണുന്നുണ്ടേ. അതെന്തായാലും വന്ന മുതലായി. മഴ നല്ല കൊണ്ടിടേ. നോക്കിക്കേ, ഓരോരുത്തർ നല്ല ആളുകൾ വരുന്നുണ്ട്. ഇതുപോലെ പലരും വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ നമ്മൾ കക്കാടംപൊയിൽ വന്നു. ഞാൻ കൂടുതൽ ഇവിടെ വന്നപ്പോഴും, അതായത് ഇവിടെ വന്നത് ഞാൻ കൂടുതലും വണ്ടി മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ വരുമ്പോൾ. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വരുമ്പം വേറെ വണ്ടിയൊക്കെ ആകുമ്പോൾ അധികം താഴ്ത്തുന്ന നടക്കലാണ്. അപ്പം ഇന്നും നമ്മൾ ഡബിൾ എച്ച് ഈ ഒരു സ്പോട്ട് വരെ കയറി. അത് ഇനി അങ്ങോട്ട് ഡബിൾ എച്ചിട്ടുള്ള പോക്ക് ടാസ്ക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി ഓഫ് റോഡ് കയറ്റി ഇങ്ങനെ പോവാണ് നൈസായിട്ട്. അപ്പം ഷോട്ടുകളൊക്കെ എടുക്കണം. അത് ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് ഷോട്ടുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാറ്റുണ്ട്. ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അതെന്തായാലും നമ്മൾ പോവാണെങ്കിൽ ഫുള്ള് നഞ്ഞി പെട്ടിയാണില്ലേ റാശിയെ? റാജിനെ നനയാൻ മഴയാറുണ്ട് പെരക്കി തറഞ്ഞു ഓനാണ് ഓനെ പിടിച്ച് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളിനി മേലേക്ക് കയറാൻ പോവാണ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ മുകളിലെത്തിയിട്ട് ഭയങ്കര കോടമെന്ന് വെച്ചാൽ ഭയങ്കര കോടം. നോക്കിക്ക് വീഡിയോ ഒന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല കോടണ്ടായിട്ട്. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നടന്നു പോകാം അല്ല റാഷ്യ? നമുക്ക് പോവാം. ബാഗാട്ടി ഞാൻ ഇട്ടോളാം. വണ്ടിയെല്ലാം ഇവിടെ സേഫാക്കി പാർക്ക് ചെയ്ത് കൂടുതൽ കൈവിട്ട് കളിക്കൊന്നും നിൽക്കുന്നില്ല. ഇതുവരെയുള്ള ഓഫ് റോഡെല്ലാം അടിപൊളിയായിട്ട് കയറ്റി വന്ന് ഈ ഒരു റൂട്ടെല്ലാം. പക്ഷെ ഇനിയും അടിക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ തുടരെ വണ്ടിക്ക് കിട്ടിയ പണി ഏത് അല്ല അത് മഴ ചെയ്താല് തുടരെ വണ്ടിക്ക് കിട്ടിയ പണികളൊക്കെ വെച്ച് കൂടുതൽ ടാസ്ക് എടുക്കുന്നില്ല ഓഫ് റോഡ് പോയി കണ്ടു അല്ലേ? ഓഫ് റോഡ് പോയി വണ്ടിക്ക് നല്ല പണി കിട്ടും. അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി വേണ്ടാന്ന് വെച്ച് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ പൂതിക്ക് ഇങ്ങനെ കയറും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും കുറേ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ റാഷിനോട് വെച്ചപ്പോൾ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവൻ പേടിയാണ്. അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും പൊട്ടക്കിണറ്റിലൊന്നും പോയി വീകരുത്. ഇനി അടിയൊക്കെ പോകാൻ പറ്റും.
എനിക്ക് പോകാൻ നല്ല പൂതിയുണ്ട്. പിന്നെ വണ്ടീനെ ആലോചിക്കുമ്പോഴാണ് വണ്ടിക്ക് കൂടുതൽ പണി കൊടുക്കണ്ട വെച്ചിട്ട് നമ്മളിങ്ങനെ കയറി പോകണം മുകളിലോട്ട്. ഇതുവരെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പം കുറച്ച് ക്ലിയർ ആയിരുന്നു കോട. അപ്പോൾ നമ്മളിതേ മുകളിലേക്ക് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും മിക്കവാറും ആ തണുപ്പിൻ്റെ സംഭവം. ഇതിലോ ഇതേമാതിരി തന്നെ അവിടെ ഗായ്സ്. അങ്ങനെ നമ്മള് മോളിൽ കയറിട്ടോ. കോടൊക്കെ ഒന്ന് ഫുള്ള് ക്ലിയർ ആയി. ഭയങ്കര കാറ്റാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോന്നല്ലേ ഫോണിന്റെ മൈക്കിന്റെ അവിടെ വായച്ചാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോന്നറിയില്ല, അത്രയ്ക്ക് കാറ്റാണ്. അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നുണ്ട് കണ്ടോ. ആ ഒരു സൈഡിലോട്ട് നമ്മളിത് ഈ ഒരു സൈഡിലാണ് കുരിശുമലൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോയത്. ഗൈസ് ഇപ്പോൾ കോട ഫുള്ളി ക്ലിയർ ആയിട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കിക്ക്. പക്ഷെ ഒരു ലൈറ്റിങ് കമ്മിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി വന്നിട്ട് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്താ സംഭവം ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇതുവരെ. അതായത് മുന്നിൽ പാറയാണോ പുല്ലാണോ കാര്യം പോലും മനസ്സിലാവാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. നാവ് നിൽക്കുന്നുണ്ട്, അത്രയ്ക്ക് തണുപ്പാണ് ഗൈസ്. നല്ല തണുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒന്ന് ഫോഗ് ഒന്ന് ക്ലിയർ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസം മീൻസ് ഒരു വ്യൂ ഉണ്ട്, ആ ഒരു തണുപ്പ് ഫീലുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ് എന്തായാലും. നോക്കിയേ, ഇനി സമയം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് കോടൊക്കെ വരാൻ പോകാനും. കോട കൂടി കഴിഞ്ഞാലും പ്രശ്നം കേട്ടോ. അതായത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും ഒരു ക്ലാരിറ്റി ആണല്ലോ കോട കൂടി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും മുകളിലോട്ട് ഹെൽത്ത് വീണില്ലേ ഗൈസ്? ആരുടെ കോട്ട് പായും. അങ്ങനെ ഒരു വൈബാണ് ഗൈസ്. പെരേന്ന് ഇറങ്ങി മായാണ്ട് മാറ്റിയാലും അപ്പൊ വേണ്ട മടിക്കേക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ് അയപ്പിച്ചാണ് ഫുൾ അയച്ചേക്ക്. വാ ലെറ്റ്സ് ഗോ. ഇതാ രണ്ട് കോട്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാട്ടോ. അവിടെ കോട്ട് പാറി പോകുന്നുണ്ട് ആർക്കൊക്കെയോ. ഏതാ വ്യൂലേ ലാൻഡ്സ്കേപ്പ് സീന് ഗൈസ്. അങ്ങനെ വന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി അല്ലേ പ്രാവശ്യം. നമ്മളിവിടെ കുറേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിച്ച് വീഡിയോ എടുത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഫോണിൽ 2% ആയിട്ടുണ്ട് ചാർജ്. അപ്പോൾ ഗോപ്രോ ബാഗിലുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിലുള്ള വീഡിയോ ഏത് നിമിഷവും നിന്നേക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെയിലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, എന്നാലും തണുപ്പിനും കാറ്റിനും ഒരു കുറവുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇല്ല പക്ഷേ ചങ്ങായി പോരുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താ, എനിക്ക് പല പരിപാടിയുണ്ട്, അവിടെ പോകണ്ട് ഇവിടെ പോകണ്ട്, പൈസ വാങ്ങാണ്ട്, പാപ്പാനെ പേര് ലൈനിൽ പോകണ്ട്, ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, വേറെ നമ്പറാണ്, മഴയുള്ള മടി, അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഞാൻ വിളിച്ചോടുന്നു. ഞാൻ അവനോട് പറഞ്ഞാണ് ഇതൊക്കെ. അവൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞാണ് എന്നെ 3 മണിയാകുമ്പോൾ ഞാൻ പേരെ എത്തിച്ചേരും. ഇപ്പം എത്രയായി? 4 മണിയായി. അതെ, അത്രേ ഉള്ളൂ. അവനെന്തായാലും പെരേന്ന് ഇറക്കാനുള്ള പരിപാടിയായിരിക്കും. ഇപ്പം റാഷിനൊക്കെ നമ്മൾ പെരേന്ന് ഇറക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് റാഷേ കക്കാടംപോയില് ഈ ഒരു കോടോയ്പ എങ്ങാണ്ട്? നമ്മൾ ഇന്നാളെന്നപ്പോൾ വെയിലായിട്ടേ ഈ കോടോയ്പ എങ്ങാണ്ട് കോട പാറ നോക്കി അവിടെ വെളുത്തിട്ട് പാറില്ല കോട. ആ തലക്കല് കോട പാറുന്നു. തഗ് വരും കേട്ടോ, അത് നോക്കണ്ട. അത് നമുക്ക് കേട്ട് തായ്പൊട്ടി. ഗായ്സ് അങ്ങനെ നമ്മളെ ഫോണും ഒക്കെ ഫോണുകളെല്ലാം അടിച്ചു പോയി ഗായ്സ്.
അടിച്ച് പോയിരുന്നു ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഗോപ്രോ എടുത്തോണ്ട് ഗോപ്രോയിൽ എടുക്കാൻ പറ്റി. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ആളുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്. ഈവനിങ് സമയം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കോടെല്ലാം നല്ല കെയർഫുള്ളായിട്ട് പോകണോ, അല്ലെങ്കിൽ വൈദ്യുതി പോകും. ഫോണിൽ ചാർജ് കഴിഞ്ഞുകൊണ്ട് ഭയങ്കര സീന്. ഇപ്പോൾ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ലല്ലോ, അതാണ് അടുത്ത സീന്. ഇത് 4 രൂപ. ഇതാക്കണോ? ഇതറക്കാനില്ല അല്ല, എന്നോട് പറഞ്ഞേ ഗൈസ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ്. അതിലിറക്കിയ ലാസ്റ്റ് ഒരു അത് പോയി കയറും. ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ റാഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അവന്മാർ ആ ടോപ്പിലോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ കുറേ മുമ്പ് കയറ്റിയാണ്. അപ്പോൾ അതാണ് അവന്മാർ അങ്ങനെ പറഞ്ഞപ്പോൾ
അവന്മാർ പറഞ്ഞത് നമ്മളെ വണ്ടിയൊന്നും കയറൂലാന്ന്. നമ്മളെ വണ്ടി അവന്മാരൊക്കെ കയറുന്നതിൻ്റെ കുറേ കാലം മുമ്പ് അവന്മാർ കയറി ഓഫ് റോഡെല്ലാം കയറ്റി തന്നെയാണ്. സീനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, വണ്ടിയെ കൂടുതൽ സ്ട്രെസ് എടുപ്പിക്കുന്ന വണ്ടി ആ ഒരു ഓഫ് റോഡൊന്നും കയറ്റാണ്ട് ആ ഒരു കൊളത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. വേറൊന്നുമില്ല. പോകാൻ വിചാരിച്ചാൽ പോവും, അത് വേറെ കാര്യം. അപ്പോൾ അവരെല്ലാം ഇറങ്ങി വന്ന് നമ്മൾ പോകണം. തല വിട്ടേച്ച് പോലെ ഇനി കയറിക്കോ, ഇനി ഫുള്ള് മറ്റേ റോഡല്ലേ. ഇപ്പോൾ ഗോപ്രോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം. ലാസ്റ്റ് ഫോൺ ചാർജ് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനായി അല്ലേ. ഈ കോട്ടൊക്കെ എടുത്തില്ലേ? ഓ ഇനി നമുക്ക് ഇങ്ങനെ ഇത് പേടിച്ചതല്ലേ. ഞാൻ വിചാരിച്ചു എന്താ ഇപ്പോൾ ഇത് ബ്രേക്ക് കിട്ടും, പക്ഷെ നിലത്ത് ബൈക്കാണെങ്കിൽ പ്രശ്നമാണ്. വേറെ സീനൊന്നുമില്ല. ഇത് നല്ല ബ്രേക്കിങ് സെറ്റാണ് അതിൻ്റെ. എനിക്ക് ഡിസ്ക് വെച്ചോണ്ടില്ലേ, പലരും പറയും മോഡിഫിക്കേഷന് മറ്റേ നോക്കാം, പക്ഷേ ഈ ഡിസ്ക് വെച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഉപകാരം ഉണ്ടായിരുന്നു അറിയാം. ബ്രേക്കൊക്കെ എന്ത് അടിപൊളി അറിയൊരു ഡിസ്ക് വെച്ചുകൊണ്ട് നല്ല ഇതിലും ബ്രേക്കിങ്ങാണ്. എത്രയോ സ്ഥലത്ത് നിന്ന് കഴിച്ചില്ലാണ് ഈ ബ്രേക്ക് ഉണ്ടാകൊണ്ട്. ഈവനിങ് മല കയറാവുന്നവരാണ് ഈ കയറുന്നവരെല്ലാം. നമ്മൾ മല ഇറങ്ങാണ് ഈ ഒരു സമയമായപ്പോഴേക്ക്. ഇനി ഒരു മഴ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്തുണ്ടായ അതുപോലെ ഉണ്ടാവും, ഫുള്ള് കോടം നടില്ല. പക്ഷേ നമ്മൾ വന്ന സമയത്തുള്ള അതേമാതിരി ഒരു മഴക്കാണ് പെയ്താലല്ലേ. ഇതാണ് അയാൾ പറഞ്ഞ ചങ്ങല. ഓക്കെ, ആള് കുറവാണില്ല, അന്നത്തെ തന്നെ ആയിട്ട് കുറവല്ലേ തിരക്ക്. അത് ഭയങ്കര തിരക്കി. ഇത് കണ്ടോന്നല്ലല്ലോ. പക്ഷെ ഫോണിൽ ചാർജ് കഴിഞ്ഞുകൊണ്ട് ഇനിയുള്ള സംഭവം ഒന്നും എടുക്കാൻ പറ്റൂല. കാരണമൊക്കെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഓ നമ്മളെ വരുമ്പോൾ കണ്ട ജീപ്പ്, നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു ഈ ജീപ്പ്. അപ്പോൾ എല്ലാവരും ഇത് വെക്കേഷൻ സമയമൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയ്ക്കും തിരക്കുണ്ട്. അതായത് സ്കൂളൊക്കെ തുറന്നാലും ഈ ഒരു തിരക്കുണ്ട് ഇവിടെ. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. കാർമേഘങ്ങൾ മൂടി കിടക്കുന്നുണ്ട് അല്ലേ, മഴ പെയ്യും. റാഷിനെ സത്യം പറഞ്ഞാൽ ഞാൻ വലിച്ചു കൊണ്ടെന്നാണ്. പറഞ്ഞാൽ അവൻ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു, പറ്റണോ ചെയ്യാന്ന് നോക്കി. പക്ഷേ ഞാൻ പിടിച്ചോണ്ടെന്ന് സംഭവം അവൻ്റെ പേരയിൽ നിന്ന് ബിരിയാണി സൽക്കാരൊക്കെയാണ്. സൽക്കാരം പറഞ്ഞാലും അവൻ്റെ താത്തൊക്കെ വന്നിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു പോലെ. അപ്പോൾ ഓൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഓനൊക്കെ നല്ല കുര ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടി ട്രിപ്പ് വന്നത്. നമുക്ക് വേണ്ടി വരാൻ പറ്റൂല, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഓൻ ട്രിപ്പ് വന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് റാഷിൻ്റെ കാര്യങ്ങൾ. ഓൻ അതുകൊണ്ടൊക്കെയാണ് മടിയാണ്. ബിരിയാണി മിസ്സാകുമോ എന്നുള്ള പേടിയൊക്കെയാണ്. ബിരിയാണി വരെ പോയി ഉമ്മച്ച് വൈകുന്നേരത്തൊക്കെ എടുത്ത് വെച്ചാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഓന് നല്ല ബാക്കോലിപ്പ് ഉണ്ട് ഇന്ന്. അപ്പം എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ നൈസായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോഴാണ് വണ്ടിമന്ന് ഇങ്ങനെ സംസാരിച്ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളിനി പോവാണ്. നമ്മൾ ഏകദേശം 4 ഇപ്പോൾ പ്രാവശ്യം ടൈം. എൻ്റെ ഫോൺ ഓഫായി, 2 ഫോൺ ഓഫായി കഴിച്ചു.